മൂന്നാഴ്ചക്കിടയിൽ 2 കപ്പലപകടം. ഒരിടത്ത് കപ്പൽ മുങ്ങുന്നു, രണ്ടാമതിടത്ത് തീപിടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. കേരള തീരത്തിനടുത്ത് ഉണ്ടായ ഈ 2 അപകടങ്ങൾ നിമിത്തം കേരളത്തിലുടനീളം ആശങ്ക പടർന്നതിൽ ഒരത്ഭുതവുമില്ല. സമുദ്രത്തിൽ ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക ദുരന്തം, മത്സ്യസമ്പത്ത് നേരിടാൻ ഇരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, ഇത് നിമിത്തം മനുഷ്യനുണ്ടാകാൻ പോകുന്ന അസുഖം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചേർന്ന് ആശങ്ക കൂടിക്കൊണ്ടേയിരുന്നു. ഈ ആശങ്ക മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കത്തി അമർന്നു അപകട കപ്പൽ എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. ഉഗ്രസ്ഫോടനത്തിന് തുല്യമാകാൻ ശേഷിയുള്ള വസ്തുക്കൾ ആണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന സൂചനയാണ് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത്. കപ്പലിൽ തീ, പൊട്ടിത്തെറി എന്നായിരുന്നു ഒരു ശീർഷകം. അവിടെ പറയുന്നത് കേരളത്തെ ആശങ്കയിലാക്കി അറബിക്കടലിൽ വീണ്ടും കപ്പൽ അപകടം എന്നാണ്. തീഗോളമായി ചരക്ക് കപ്പലിലെന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. തീ കടൽ എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് ഒരു പത്രം ഈ അപകടത്തെ വിശേഷിപ്പിച്ചത്. കപ്പലപകടം ഉണ്ടാക്കിയ ആശങ്ക വരും ദിവസങ്ങളിലെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. തീ കപ്പൽ എന്നൊരിടത്ത് കണ്ടു. ആശങ്ക ചുഴിയില്ലെന്ന് ഒരു പത്രത്തിൽ എഴുതി കണ്ടു. അണയാതെ, അതായത് തീ അണയാതെ എന്ന സൂചന നൽകാൻ വേണ്ടിയുള്ള ഒരു ശീർഷകം. കപ്പൽ പിളർന്നു മുങ്ങാൻ സാധ്യത എന്ന ഒരു മുന്നറിയിപ്പ്. ദുരൂഹതയുടെ നടുക്കടൽ എന്ന് ഒരു സ്ഥലത്തൊരു ശീർഷകം കണ്ടു. കടൽ തീ എന്ന് മാത്രം എഴുതി ഒരു പത്രം ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. അതിനിടെ മറ്റൊരു പത്രത്തിൽ വളരെ വലിയ ഒരു ശീർഷകം കണ്ടു. 2 പേജിലായി ഓടുന്ന ഒരു ശീർഷകം. ആദിതിര ഭയതീരം എന്നായിരുന്നു അവിടുത്തെ വിശേഷണം. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ കണ്ടത് ഇങ്ങനെയാണ്: വീണ്ടും ഒരു ആശങ്ക കപ്പൽ എന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2ാമത്തെ ചരക്ക് കപ്പൽ അപകടം അടുത്ത ആശങ്കയാണ് ഉണർത്തുന്നതെന്നാണ്. ഇത് വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും കടുത്ത ആശങ്ക എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടെ ഉചിതമെന്ന്. അടുത്തതും സാങ്കേതികമായി ശരിയാണെങ്കിലും മലയാളത്തിന്റെ എഴുത്തിലെ ഒഴുക്കിന് അത് ചേരുന്നില്ല. ഇതേ പത്രം തന്നെ അറബിക്കടലിലെ കപ്പൽ ബോംബ് എന്ന് ഒരു ശീർഷകം നൽകിയിരുന്നു. ഓർമ്മയിൽ വന്നത് ആദ്യത്തെ കപ്പലോടെ നടക്കുമ്പോൾ ഒരു പത്രത്തിൽ ജലബോംബ് എന്ന് കണ്ടതാണ്. കപ്പൽ അപകടം വരുത്തിവെച്ച ആശങ്ക തുടർന്നെങ്കിലും ഭാഷാപരമായ ഒരു ആശ്വാസത്തിന് വക പത്രത്തിൽ കണ്ടിരുന്നു. തീ കപ്പൽ ചരിയുന്നു എന്നൊരു വലിയ ശീർഷകമാണ് ഒരു പത്രത്തിൽ ഒരു ദിവസം കണ്ടത്. പെട്ടെന്നാണ് ഓർത്തത്, ഇതേ പത്രം കപ്പൽ മുങ്ങിയപ്പോൾ കപ്പൽ ചെരിഞ്ഞു എന്നാണ് എഴുതിയിരുന്നത്. ആന ചാകുമ്പോഴും കപ്പൽ മുങ്ങുമ്പോഴും ഒക്കെ ചരിയുന്നു എന്ന പദം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ചെരിയുന്നു എന്ന് ഒരു തവണ മാത്രമാണ് കണ്ടത്. ഇത്തവണ ആ പത്രം അത് മാറ്റി ചരിയുന്നു എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ആശങ്ക അകലുന്നു എന്ന ഒരു ശീർഷകം കണ്ടപ്പോഴുള്ള ആശ്വാസം തന്നെയാണ് ഇവിടെയും തോന്നുന്നത്. ഒരിടത്ത് കപ്പൽ മുങ്ങിയതിലെ ആശങ്ക പടർന്നപ്പോൾ മറ്റൊരിടത്ത് കപ്പിത്താൻ എന്ന വാക്കുകൊണ്ട് ആഘോഷമായിരുന്നു. യുവേഫ നേഷൻസ് ഫുട്ബോൾ ലീഗ് മത്സരമാണ് വാർത്തയിലെ കാര്യം. അതിന്റെ ആഘോഷമാണ് കണ്ടത്. പോർച്ചുഗലിന്റെ ആഘോഷം എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനത്തിന്റെ ഒരു ആഘോഷമായിരുന്നു കണ്ടത്. റൊണാൾഡോ ക്യാപ്റ്റൻ ആയതുകൊണ്ടാവാം കപ്പിത്താൻ എന്ന് ഒരു വലിയ ശീർഷകമാണ് ഒരു പത്രം നൽകിയത്. റൊണാൾഡോ എന്ന പേര് പലപ്പോഴും ശീർഷകങ്ങളിൽ ആഘോഷമായിട്ടുണ്ട്. ഗോൾ അടിക്കുമ്പോൾ ഗോളാൾഡോ എന്നൊക്കെ എഴുതുന്ന ശീലം പത്രങ്ങൾക്കുണ്ടായിരുന്നു. ആ ഡോ ചേർത്തിട്ടാണെന്ന് തോന്നുന്നു ഇത്തവണ കപ്പിത്താൻ ആണഡോ എന്ന മട്ടിൽ ഒരു ശീർഷകം. ജയിച്ചത് പോർച്ചുഗൽ ആയതിനാലും കളിക്കുന്നത് ഒരു ടീം ആയതിനാലും ആ പേരിന് പ്രാധാന്യം കൊടുക്കാമെന്ന് ഒരു പത്രം തീരുമാനിച്ചു. അതുകൊണ്ട് പോർച്ചുഗോൾ എന്നായിരുന്നു അവിടുത്തെ ശീർഷകം. റൊണാൾഡോയുടെ ആരാധകനല്ല ഈ വാർത്ത എഴുതിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. KPCC മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ജി ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണ വാർത്തയിൽ തെളിഞ്ഞു നിന്നത് ആ വ്യക്തിത്വത്തിന്റെ അപൂർവ ഭംഗിയായിരുന്നു. പോയി മറഞ്ഞു തെന്നലക്കാലം എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. സൗമ്യതയുടെയും ആദർശത്തിന്റെയും രാഷ്ട്രീയ മുഖം എന്നാണ് ആ ശീർഷകത്തിന് താഴെ പത്രം വിശദീകരിച്ചത്. പക്ഷമില്ലാത്ത പക്ഷക്കാരൻ എന്നും ഒരു പത്രം എഴുതിയിരുന്നു. സൗമ്യതയുടെയും അനുനയത്തിന്റെയും മുഖമായിട്ടാണ് തെന്നലയെ ഒരു പത്രം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശീർഷകം സൗമ്യം ദീപ്തം എന്നായിരുന്നു. തെന്നല എന്ന പേര് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തെന്നലിനെ കൊണ്ടുവരുന്നതുകൊണ്ടാവാം ഒരു പത്രത്തിൽ തെന്നലായി ഒഴുകി മാഞ്ഞു എന്നായിരുന്നു വാർത്ത. കളങ്കമില്ലാത്ത ശൈലിയിലൂടെ തണലും തെന്നലുമായിരുന്ന നേതാവ് എന്നാണ് ആ പത്രം വിശേഷിപ്പിച്ചത്. അനുനയത്തിന്റെയും ഒരുമയുടെയും കഥയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പായി ഒരു തർക്കത്തിന്റെ വാർത്തയും പത്രങ്ങളിൽ നിറഞ്ഞിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ സംഭവിച്ച കാര്യമാണ്. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ച നടത്തണമെന്ന് രാജ്ഭവനും
ഭരണഘടനാപരമല്ലാത്ത ഒരു കാര്യവും ചെയ്യേണ്ടതില്ലെന്ന് സർക്കാരും നിലപാടെടുത്തതോടെ ഒരു തർക്കം അവിടെ ഉടലെടുക്കുകയായി. പരിസ്ഥിതി ദിനമായതുകൊണ്ട് അന്ന് തൈ നടന്നതാണല്ലോ എല്ലാവർക്കും ശീലം. ഒരു പത്രം അതുകൊണ്ട് വിത്തിട്ട് വിവാദം എന്നാണ് എഴുതിയത്. ഭാരതാംബ ചിത്രം ബന്ധം ഉലച്ചു എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു. കൊടിയിൽ കലങ്ങി എന്ന ഒരു ശീർഷകമാണ് വേറൊരു പത്രം നൽകിയത്. ആ വാർത്തക്കൊപ്പം ഉണ്ടായിരുന്ന കാർട്ടൂൺ രൂപത്തിന് താഴെ ഒരു കുറിപ്പുണ്ടായിരുന്നു. പരിസ്ഥിതി ദിനത്തിൽ കൊടിയല്ല ചെടി പിടിക്കട്ടെ എന്ന്. സമുദ്രം മാത്രമല്ല പരിസ്ഥിതിയും കലുഷമെന്നേ പറയാനുള്ളൂ.